ഹലോ, ഇന്ന് നമ്മൾ ഐക്യ വരെ ഒന്ന് പോവാട്ടോ. ഐക്യയിൽ ചുമ്മാ കറങ്ങാൻ പോവാന്ന് പറഞ്ഞാൽ പോലും എനിക്കത് സന്തോഷമുള്ളൊരു കാര്യമാട്ടോ. റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഐക്യ മാത്രമല്ല ഉള്ളത്, ദോഹ ഫെസ്റ്റിവൽ മോളും കൂടെ ഉണ്ട്. അതിനെ DFC എന്നാണ് ഷോർട്ടായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഐക്യയും DFCയും കൂടെ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇവരുണ്ടാക്കി വെക്കുന്നത്. ദോഹ ഫെസ്റ്റിവൽ മോളിലേക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ കയറി പോകണമെങ്കിൽ പോവാം. അഥവാ ഐക്യയുടെ അവിടെ എൻട്രൻസ് ഉണ്ട്, അവിടെ നിന്നൊരു കണക്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ഐക്യയിലേക്ക് കയറിയിട്ട് അവിടേക്ക് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് പോകണമെങ്കിൽ DFCയിലേക്ക് കയറണമെങ്കിൽ കയറാം. അല്ലെങ്കിൽ ഐക്യയുടെ അകത്ത് കയറി കഴിഞ്ഞിട്ട് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ദോഹ ഫെസ്റ്റിവൽ മോളിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്, അങ്ങനെയും അകത്തേക്ക് കയറാം. 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ട് എൻ്റെ ബെഡ്റൂം ഒന്ന് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ ഐക്യയിൽ വന്നിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ, അഥവാ ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിങ്ങിനാണെങ്കിൽ എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ മോക്കപ്പാണ്. അത് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന രീതികൾ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം ലിവിങ് റൂം ആയിക്കോട്ടെ, ബെഡ്റൂം ആയിക്കോട്ടെ, കിച്ചൺ ആയിക്കോട്ടെ, കിഡ്സിന്റെ റൂം ആയിക്കോട്ടെ, പിന്നെ ഓരോ റൂമിന്റെ സൈസ് അനുസരിച്ച്, അതായത് വലിയ സൈസുള്ള റൂം ആയിക്കോട്ടെ, ചെറിയ സൈസുള്ള റൂം ആയിക്കോട്ടെ, അതായത് കിച്ചൺ ആയാലും ബെഡ്റൂം ആയാലും ലിവിങ് റൂം ആയാലും ഇവർ സെറ്റ് ചെയ്ത് വെക്കുന്ന രീതി ഭയങ്കര യുണീക്കാണ്. നല്ല അടിപൊളി രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇവർക്കൊരു ടീമുണ്ട്, അവരുടെ അടുത്ത് നമ്മൾ പോയി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ സൈസ് അനുസരിച്ച് വേണമെങ്കിൽ മൊത്തത്തിൽ അവർ സെറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ ലിവിങ് റൂം മാത്രമായിട്ടോ, അല്ലെങ്കിൽ ബെഡ്റൂം മാത്രമായിട്ട്, അല്ലെങ്കിൽ കിച്ചൺ മാത്രം മതിയെങ്കിൽ ആ ഒരു രീതിയിലും അവർ അതിൻ്റെ സൈസ് അനുസരിച്ച് നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് തരും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എനിക്ക് അത്ര പൈസ മുടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവും. എന്നിട്ട് എനിക്ക് തോന്നുന്ന രീതിയിൽ സിമ്പിളായിട്ട് വീട് അറേഞ്ച് ചെയ്യാനാണ് ഞാൻ നോക്കാറുള്ളത്. ഇവരുടെ കയ്യിലാണെങ്കിൽ ഒത്തിരി അടിപൊളി ഐഡിയാസ് ഉണ്ട്. കാണുമ്പോൾ തന്നെ അങ്ങ് ഫീൽ ചെയ്യും നമുക്ക്. നാട്ടിൽ വീടൊക്കെ വെക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കിട്ടും. ഞാനുള്ളത് ഖത്തറിലാണ്, അവിടെയാണ് ഈ ഐക്യ ഉള്ളത്. പിന്നെ നാട്ടിൽ നമ്മുടെ അവിടെ ഉണ്ട്, അത് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എവിടെയോ ആണ് ഐക്യ ഉള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. പോവാൻ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും പോകണം, വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. ബാംഗ്ലൂർ ഷോപ്പിങ്ങിന് പറ്റിയ ബെസ്റ്റ് സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് കേരളത്തിൽ എവിടെയെങ്കിലൊക്കെ ഐക്യ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ചും കൊച്ചിയിൽ. ഞാനൊരു കൊച്ചിക്കാരിയായിട്ട് പറയാം കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ആരും ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വരല്ലേ പ്ലീസ്. എനിക്കിതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇവര് ഫർണിച്ചേഴ്സ് മാത്രമല്ല വെക്കുന്നത്, കിച്ചൺ ഐറ്റംസും വെക്കുന്നുണ്ട്. അപ്പം അതും കണ്ട് നോക്കി നിന്ന് പോകും. ഞാനിവിടെ വരുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളൊരു കാര്യം കേട്ടോ, ഇവിടെ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്ത് സാധനങ്ങളൊക്കെ പേഷ്യൻസോടെ നോക്കിയും കണ്ടും മേടിക്കുന്ന പെണ്ണുങ്ങളാണ്. കൂടെ ആണുങ്ങളുണ്ടെങ്കിലും വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അങ്ങനത്തെ ഒരു പേഷ്യൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ചുമ്മാ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, ആരും ഇത് സീരിയസ് ആയിട്ട് എടുക്കരുത്, ഓക്കെ? ഞാനിപ്പോൾ ഇവിടെ കയറിയിട്ട് തന്നെ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെയായിട്ടും മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. എന്തായാലും എനിക്കിവിടെ നിന്ന് ഇറങ്ങണം. ബെഡ് ഫ്രെയിമിന് മാച്ച് ചെയ്തിട്ടുള്ള 2 ഡ്രോയറും അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് 2 ലാമ്പും മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതിൻ്റെ കൂടെ അഡീഷണലി ഞാൻ വേറെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചുറ്റിയും കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഐക്യയിലേക്ക് വന്നത് ഒരു വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ടുള്ള ടൈമാണ്. ഞാനിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ടൈം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്തായാലും എനിക്ക് രാത്രി സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നല്ലോണം ഉറങ്ങി നാളെ എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. പോയിട്ട് വന്നിട്ട് ഒരു വൈകുന്നേരം ടൈമിൽ അറേഞ്ച് ചെയ്യാമെന്നാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ഡ്രോയേഴ്സ് എടുക്കാൻ വേണ്ടി ഞാൻ ആ സെക്ഷനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുപിടിക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. ഇവർ ഡിസ്പ്ലേക്ക് വെക്കുന്ന ആ ഐറ്റത്തിന്റെ കൂടെ ഇവർ അതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ അനുസരിച്ച് ഇത് ഏത് അയലിലാണ്, എത്രാമത്തെ റോയിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതനുസരിച്ച് പോയിട്ട് നോക്കിയെടുത്താൽ മതി. ഫർണിച്ചർ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരോട് പറഞ്ഞാൽ അവർ ഡെലിവറി ചെയ്യും, അതോടൊപ്പം തന്നെ ഇത് ഫിക്സും ചെയ്യും. ആ ഒരു സർവീസിന് എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരും. ഡ്രോയർ കണ്ടിട്ട് എനിക്ക് തന്നെ ഫിക്സ് ചെയ്യാന്നുള്ളത് തോന്നുന്നു, അറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രാത്രിയായിട്ടുണ്ട്. എൻ്റെ ഒരു കാര്യം, ഇനിയിപ്പോൾ ചടപടാന്നും പറഞ്ഞ് വീട്ടിലെത്തണം. അങ്ങനെ കടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഫ്രണ്ടിനെയൊക്കെ കണ്ട് ഉച്ച കഴിഞ്ഞതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇതാട്ടോ എൻ്റെ ബെഡ്റൂം. വീട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരാളല്ല ഞാൻ. ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ വീട് സെറ്റ് ചെയ്ത് വെക്കാറുള്ളത്.
എനിക്ക് കുറച്ച് വീട്ടിൽ സ്പേസ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ മൊത്തം ഫില്ല് ചെയ്ത് വെച്ചിട്ട് ശ്വാസം മുട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതെനിക്ക് താല്പര്യമില്ല. അപ്പോൾ വീട് മെയിൻറ്റെയിൻ ചെയ്യാനും എനിക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ഈ കാണുന്ന കേർട്ടനൊക്കെ ഞാൻ ഐക്യന്ന് റെഡിമെയ്ഡ് ആയിട്ട് മേടിച്ച കേട്ടോ, 3 കളറും. ഞാൻ ആദ്യം വിചാരിച്ച പുറത്തുനിന്ന് തയ്പ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ നല്ല പ്രൈസ് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ചുമ്മാ ഒന്ന് ഐക്യയിൽ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് നല്ല റീസണബിൾ പ്രൈസിന് എനിക്കത് കിട്ടി. ആദ്യം തന്നെ ഞാൻ ഡ്രോയർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ച് പാടായിരിക്കും എന്ന് എനിക്കറിയാം, എന്നാലും ട്രൈ ചെയ്ത് നോക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ. എന്തായാലും ഇതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ ഉള്ള ഒരു പേപ്പർ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ പൊക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള ഇൻസ്ട്രക്ഷനുള്ള പേപ്പർ നോക്കിയിട്ട് എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് എനിക്ക് എന്തൊക്കെയോ മനസ്സിലായി. ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച പോലെ അത്ര ടഫായിട്ട് എനിക്കിപ്പോൾ ഇത് തോന്നുന്നില്ല. ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കിപ്പോൾ വന്നു. മെയിനായിട്ടും ഇതിൽ വേണ്ട കുറച്ച് ക്ഷമയാട്ടോ. ഞാൻ ഇതിപ്പോൾ നല്ല ടൈം എടുത്തിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. ഇരുപ്പിൽ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും സാരമില്ല, സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളൊരു സന്തോഷവും കൂടെ ഉണ്ട്. ഖത്തറിലിപ്പോൾ ചൂട് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ AC ഓൺ ചെയ്യും, AC ഓഫ് ചെയ്യും, AC ഓൺ ചെയ്യും, AC ഓഫ് ചെയ്യും. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും സമ്മതിക്കണം കേട്ടോ. ഇപ്പോഴാണ് അവരിടുന്ന എഫേർട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. ഏതൊരു കാര്യം എടുത്താലും പുറമേ കാണുന്ന പോലെ അല്ല, അത് ചെയ്തു തുടങ്ങുമ്പോഴായിരിക്കും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയില്ലേ, അതേപോലെ. ഇപ്പം എന്തൊക്കെയോ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഡ്രോയറിൻ്റെ വൈറ്റ് കളറും ഉണ്ട്, അവൈലബിൾ ആണ് ഐക്യയിൽ. പക്ഷേ എൻ്റെ ബെഡ് ഫ്രെയിമും ബ്ലാക്ക് ആണ്. അപ്പോൾ ഞാൻ ഇതും ബ്ലാക്ക് എടുക്കുകയാണ്. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഡ്രസ്സിങ് ടേബിളിലെ ഫർണിച്ചർ സെറ്റാണ് വൈറ്റ് കളറായിട്ടുള്ളത്. ഞാൻ ആ പേപ്പർ വായിച്ചപ്പോൾ ഇത്രയും സ്ക്രൂ ഇട്ടുള്ള പണി ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അപ്പം അറിയാം. ഇതുവരെ കണ്ടതിൽ എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നമായിട്ടുണ്ടെന്ന്. എവിടെയെങ്കിലൊക്കെ ഒരു മിസ്മാച്ചിങ് ആയിട്ടൊന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല. കറക്റ്റായിട്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പീസ് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഡ്രോയറിൻ്റെ പണി പെട്ടെന്ന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് രൂപത്തിൽ ഇടാം കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നോർമലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ചടപ്പെടാതെന്നും പറഞ്ഞ് ചെയ്താനേ. ഇതിപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വലിയ അറിവ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ ടൈം എടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മടുത്തിട്ടുമുണ്ട് ഞാൻ, പാവം ഞാൻ. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഇത് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിരുന്നെങ്കിൽ ഒന്നും കൂടെ അയച്ച് രണ്ടാമത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ ഞാൻ ചത്തുപോയേനെ. ഞാൻ എൻ്റെ ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബാക്കി പരിപാടിക്ക് പിന്നെ ഇറങ്ങിയത്. ഇനി എന്തായാലും വലിയ പണിയൊന്നുമില്ല. 2 ഡ്രോയറിലും 2 ടേബിൾ ലാമ്പ് ഉണ്ട്. അത് രണ്ടും സെറ്റ് ചെയ്യുക, കഴിഞ്ഞു പണി. ഞാൻ എടുത്ത ഈ 2 ടേബിൾ ലാമ്പും ഡിഫറെൻ്റ് ആണ് കാണാൻ. ഡിഫറെൻ്റ് ആയിട്ടുള്ള പേർപ്പസ് ആണ് 2 ടേബിൾ ലാമ്പും. എൻ്റെ കയ്യിലിരിക്കുന്ന ടേബിൾ ലാമ്പ് ഒരു ക്ലിക്കിൽ തന്നെ ഓൺ ഓഫും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. എനിക്കിപ്പോൾ നൈറ്റ് ടൈമിൽ എന്തെങ്കിലും ബുക്സ് വായിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സിൽ എഴുതണമെങ്കിൽ, അതായത് ഡയറി എന്തെങ്കിലും എഴുതണമെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിൾ ലാമ്പ് ആട്ടോ. ഇതിൻ്റെ ബൾബാണെങ്കിൽ കുറച്ച് വലിയ ബൾബാണ്, കാണാനും രസമുണ്ട്. ഇങ്ങനെ തല തിരിച്ചിട്ട് വേണം ഇടാനും ഊരാനും. ആദ്യം എനിക്ക് ഈ സംഭവം മനസ്സിലായില്ല കേട്ടോ, ഇങ്ങനെ തല തിരിച്ച് വെച്ചിട്ട് ഇടാന്നുള്ളത്. പിന്നീട് കുറെ ട്രയൽ ആൻഡ് എറർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ളത്. എന്തായാലും ഈ ഒരു ടേബിൾ ലാമ്പ് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത ടേബിൾ ലാമ്പിലേക്ക് പോവാം. ഇത് കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഒരു ടേബിൾ ലാമ്പ് ആട്ടോ. പണ്ടത്തെ വിളക്കൊക്കെ ഇല്ലേ, അതേപോലെ ഇരിക്കും കാണാൻ. യെല്ലോ കളറാണ് ഞാൻ എടുത്തത്. ഇതിനകത്ത് ഇതിന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് വെക്കാനൊക്കെ. ഈ ഒരു ടേബിൾ ലാമ്പ് ഞാൻ എടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ലൈറ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2 ടേബിൾ ലാമ്പിലും നല്ല വെട്ടമാണ്, പക്ഷെ ഇതിൽ ഇച്ചിരി കൂടുതൽ വെട്ടമുണ്ട്. ഇത് എനിക്ക് എത്ര എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ചെറിയ ലൈറ്റ് വേണം റൂമിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിത് ചെറിയ ലൈറ്റിൽ, ഡിം ലൈറ്റിൽ വെക്കാൻ പറ്റും. ഞാൻ ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലും സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു ഡെക്കറേഷൻ പേർപ്പസിനും കൂടെ നോക്കിയിട്ടാണ് ഈ 2 ടേബിൾ ലാമ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ടേബിൾ ലാമ്പ് ഫിക്സ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല രസമായിട്ടാട്ടോ തോന്നുന്നത്. ഇതൊരു നൊസ്റ്റ ഫീൽ ഇതിനകത്ത് ഉണ്ട്. ഇതിൻ്റെ ബൾബ് എന്ന് പറയുകയാണെങ്കിൽ വളരെ ചെറിയ ബൾബാണ്. നേരത്തെ വെച്ച ടേബിൾ ലാമ്പിൻ്റെ പോലത്തെ അത്ര വലുതൊന്നും അല്ല. അപ്പോൾ ഞാനിത് നിലത്ത് വീഴോ ഇല്ലേ എന്നുള്ള രീതിയിൽ സൂക്ഷിച്ചിട്ടാണ് ഞാനിത് വെച്ചത്.
ഇപ്പോൾ കറക്റ്റ് സമയമാട്ടോ, ഓൾമോസ്റ്റ് രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിപ്പോൾ ഓൺ ചെയ്തും കൂടെ നോക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് വർക്ക് ചെയ്യുന്ന രീതി മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്കിപ്പോൾ ഈ ടേബിൾ ലാമ്പിൽ നിന്ന് കൈയെടുക്കാൻ തോന്നുന്നില്ല. ഞാൻ ഇവിടെ കിടന്ന് പിന്നെ കളിയായി. കുറേ നേരമായിട്ട് ഞാനിത് ഓണും ഓഫ് ചെയ്തു, പിന്നെ ഇതിൻ്റെ വെട്ടമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ ജാട. ഇനി അടുത്ത ടേബിൾ ലാമ്പ് ഓൺ ചെയ്ത് കളിച്ച് നോക്കാം. ഇതിൻ്റെ സ്വിച്ച് ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഇത് ഒറ്റ ക്ലിക്കിൽ ഓണാക്കി ഓഫാക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് ഇപ്പോൾ ലുക്ക്? അടിപൊളിയല്ലേ? സിമ്പിളാണ്, പക്ഷേ എനിക്ക് ഈ ലൈറ്റ് രണ്ടും ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.